പഴയ നിയമത്തില് മോശ എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. അദ്ദേഹം നമ്മൾ ഈ ഈ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയപ്പോൾ എഴുതിയതാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. പഴയ നിയമത്തിലെ ഈ മോശ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പുള്ളിയുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പുള്ളി ഭയങ്കര ക്ലിയർ ആയിരുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി അതിന്റെ 7-ാം അധ്യായം അതിന്റെ 23 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 23 തൊട്ട് 25 വരെ. ഈ പുള്ളിക്കാരന് തന്റെ വിളിയെക്കുറിച്ച് ഭയങ്കര ക്ലാരിറ്റിയാ. 40 വയസ്സായപ്പം പുള്ളിയുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്നതാണ് എന്നുള്ളത് പുള്ളിക്ക് നല്ല വ്യക്തമാ. ഇസ്രായേൽ മക്കളെ വിടുവിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ വിളി എന്നുള്ളത് പുള്ളിക്ക് നല്ലതുപോലെ അറിയാം. ദൈവം പുള്ളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാണെന്നും പുള്ളിക്ക് നല്ലതുപോലെ അറിയാം. നോക്കിയാൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ചിലത് ഇന്ന് കേൾക്കുന്ന ഈ കൃപയുടെ സത്യം നമുക്ക് മനസ്സിലാവും. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അപ്പോസ്തലപ്രവൃത്തി 7:23 തൊട്ട്. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു തോന്നല് വന്നു. എന്നാ പറയുന്നത്, ഇസ്രായേൽ ജനത്തെ പോയി ഒന്ന് കാണണമെന്ന് പുള്ളിക്ക് ഒരു തോന്നല് വന്നു. തോന്നല് നല്ലതാ, തോന്നല് ശരിയായിരുന്നു. പക്ഷെ തോന്നല് ചിലപ്പം ബലം പുറപ്പെടുവിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം തോന്നി, പുള്ളി ചെന്നു. എന്നിട്ട് അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രയീമിനെ അടിച്ചു കൊന്നു, പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. അപ്പൊ മോശ ചിന്തിച്ചു, എന്റെ തെരഞ്ഞെടുപ്പ്, എന്റെ വിളി ഇസ്രായേൽ ജനത്തെ വിടുവിക്കുക എന്നുള്ളതാണ്. ഇത് താൻ പോയി തന്റെ കഴിവ് കൊണ്ടും തന്റെ വാഗ്ജാലത കൊണ്ടും താൻ അവിടെ പ്രവർത്തിച്ചു. തന്റെ സ്ട്രാറ്റജി, ആദ്യത്തെ 2 പേര് സഹോദരന്മാര് തമ്മിൽ ഒരു ഇസ്രായേലിനും ഒരു മിസ്രൈമിനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മിസ്രൈമിനെ താൻ കൊന്നു. അടുത്ത ദിവസം ആദ്യം 2 പേര്, അടുത്ത ദിവസം 2, മൊത്തം 4 പേര്. 2 പേരുടെ അടുക്ക് ഒരു ശുശ്രൂഷ നടത്തി. അടുത്ത 2 പേരും കൂടെ ശുശ്രൂഷ കൂടി. മൊത്തത്തിൽ 4 പേരുടെ സഭയായപ്പോൾ തന്നെ പുള്ളി അവിടുന്ന് ഓടേണ്ടി വന്നു. 4ാമത്തെ വ്യക്തി സഭയിൽ ചേർന്നപ്പോഴത്തേക്കിന് തന്നെ അടുത്ത 2 പേര് പറഞ്ഞു, ഇന്നലെ ആ മിസ്രൈമിനെ കൊന്നതുപോലെ നീ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണോ? അത് കേട്ട ഉടനെ പുള്ളിക്ക് ഭയം വന്നു. അപ്പൊ പുള്ളി ചിന്തിച്ചു, പുള്ളി അങ്ങോട്ട് ചെന്ന്, മക്കളെ ഞാനാണ് നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് ഇസ്രായേൽക്കാരെല്ലാം പുള്ളിയെ അംഗീകരിക്കുന്നു. പക്ഷെ പുള്ളിയെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആദ്യത്തെ ദിവസം 2 പേര് ശുശ്രൂഷ, അടുത്ത ദിവസം അടുത്ത 2 പേര്, 4 പേരായപ്പോ തന്നെ സഭ വിട്ടിട്ട് ഓടേണ്ട പരിപാടിയായി. എന്നാൽ പുള്ളി ചിന്തിച്ചു, പുള്ളിയുടെ കഴിവിൽ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് പുള്ളി ഓടി ചെന്ന്, നിങ്ങൾക്കറിയാം ആ ഭാഗം നിങ്ങൾ വീട്ടിൽ വായിക്കാവുന്നതാണ്. താൻ അത് കഴിഞ്ഞാണ് വിവാഹം കഴിക്കുന്നത്. തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ താൻ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. 40 വർഷം കടന്നുപോയി. 40 വർഷം കടന്നുപോയതിനു ശേഷം ദൈവം പ്രത്യക്ഷപ്പെടുക മോശയ്ക്ക്. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, മോശേ ഇപ്പൊ ഞാൻ നിന്നെ അയക്കാം. പറയുമ്പോൾ മോശയുടെ മറുപടി നോക്കിക്കോണെ. പഴയ നിയമത്തില് നമ്മള് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോവാം. പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1, 10, 11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1, 10, 11 ഈ 3 വാക്യങ്ങളും നമുക്കൊന്ന് വായിക്കാം. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറയും. നോക്കിക്കോട്ടെ, തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആരില്ലേ? പുള്ളിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ദൈവം പറയാ, മക്കളെ ഞാൻ നിന്നെ അയക്കാം, വാ. എന്നിട്ടും പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. 40 വർഷം കൊണ്ട് പുള്ളിയുടെ മുഴുവൻ സെൽഫ് കോൺഫിഡൻസും തകർന്നു. ഞാൻ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ്, പുള്ളിയിൽ യാതൊരു എന്നെ കൊണ്ട് ഇനി കൊള്ളത്തില്ല എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് മോശ തള്ളപ്പെട്ടു. പക്ഷെ ആ 40 വർഷത്തെ ട്രെയിനിങ് അത്യാവശ്യമായിരുന്നു. ബിക്കോസ് 4 പേരുടെ സഭ നയിക്കാനല്ല മോശയെ ദൈവം തെരഞ്ഞെടുത്തത്. 25-30 ലക്ഷം പേരെ നയിക്കാനുള്ള ഒരു സഭയെ നയിക്കാനുള്ള ഒരു പ്രവാചകനായി, ഒരു പാസ്റ്ററായിട്ടാണ് മോശയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്ന ചില കാര്യങ്ങള് നമ്മുടെ വിളിക്കൊത്തവണ്ണം നമ്മളെ ഒരുക്കാനും കൂടെയായിരിക്കും.
ആ സമയത്ത് ചിന്തിക്കരുത് എന്റെ കൺട്രോൾ ഇല്ലല്ലോ, എന്റെ കൺട്രോളിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, നിന്റെ കൺട്രോളിൽ കാര്യം നടക്കുന്നില്ലെങ്കിൽ അവന്റെ കൺട്രോളിൽ കാര്യങ്ങൾ നടക്കും. എന്റെ കൺട്രോൾ എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ അവന്റെ കൺട്രോൾ വരും. മോശയുടെ കൺട്രോൾ നഷ്ടപ്പെടണമായിരുന്നു, ദൈവത്തിന്റെ കൺട്രോൾ മോശയിൽ വരാനായിട്ട്. നോക്കിയേ, അവിടെ 1-ാമത്തെ വാക്യം വായിച്ചു, ഇനി 10ഉം 11ഉം വായിച്ചു. മോശ യഹോവയോട്, കർത്താവെ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല. ശ്രദ്ധിച്ചോണേ, ഇപ്പം മോശ പറയുന്നത് ശ്രദ്ധിച്ചോണം, ഞാൻ ആരല്ല? വാക് സാമർഥ്യം ഉള്ളവൻ അല്ല. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറയും. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു. ഓക്കെ, അവിടെ അങ്ങനെ ഒരു കൈ വെച്ചു. ഇപ്പൊ നമ്മൾ വായിച്ചത് മോശയുടെ ഇപ്പോഴത്തെ അനുഭവം. ഇത് വായിക്കുമ്പം പലർക്കും ചിന്ത വരും, മോശ ജനിച്ചപ്പം തൊട്ട് വിക്കനായിരുന്നു, മോശ ജനിച്ചപ്പം തൊട്ട് വാഗ്ജാലത ഇല്ലാത്തവനായിരുന്നു. എന്നാൽ മോശ വിക്കനും അല്ലായിരുന്നു, വാഗ്ജാലത ഇല്ലാത്തവനും അല്ലായിരുന്നു. നമുക്ക് വായിക്കാം, അവിടെ ഒരു കൈ അങ്ങനെ വെച്ചോ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് അതിന്റെ 22-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 22 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് എന്ന് വെച്ചാൽ പഠിത്തമുള്ളവനായിരുന്നു. അന്നത്തെ കാലത്ത് മിസ്രൈമായിരുന്നു ഏറ്റവും വലിയ രാജ്യം. മിസ്രൈമ്യരുടെ പഠിത്തത്തിൽ എല്ലാ കാര്യത്തിലും അഭ്യസിച്ചവന്, ബിക്കോസ് ഹി ഈസ് എ വെരി ഹൈലി എഡ്യൂക്കേറ്റഡ് മാൻ. 2 വായിച്ചേ. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു 40 വയസ്സിൽ. നിങ്ങളുടെ ബൈബിളിലുണ്ട്, വായിര്. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. He was a well educated man and he was an eloquent person and he was mighty in deeds. അതുകൊണ്ടല്ലേ ഒരാളെ അടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയ കാര്യമാണോ? വാഗ്ജാലതയുണ്ട്. ധൈര്യമായിട്ട് പോയല്ലേ സഹോദരന്മാരോട് സംസാരിച്ചത്. വാഗ്ജാലതയുള്ളവൻ, പഠിത്തമുള്ളവൻ, കഴിവുള്ളവൻ 40 വയസ്സിൽ ഫെയിലിയറായി. ഇപ്പൊ 80 വയസ്സിൽ പുള്ളി പറയുക, പുള്ളിയിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് മൊത്തം പോയി. ഏതിലുണ്ടായിരുന്ന കോൺഫിഡൻസ് ആയിരുന്നെന്ന് അറിയാവോ? എനിക്ക് പഠിത്തമുണ്ട്, എനിക്ക് വാഗ്ജാലതയുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്നുള്ള കോൺഫിഡൻസ് മൊത്തം 40 വർഷത്തിൽ ചോർന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പുള്ളി ദൈവത്തോട് പറയുന്നേ. ഇപ്പൊ പറയാ 12-ാമത്തെ വാക്യം, ഇത് 10ഉം 11ഉം പറയാ, എനിക്ക്, അതായത് പുറപ്പാട് പുസ്തകം, തിരിച്ച് പുറപ്പാടിലേക്ക് വരാം. അവിടെ പറയാ, ഞാൻ വിക്കന്. വായിച്ച 10ഉം 11ഉം വായിച്ചു. മോശ യഹോവയോട്, കർത്താവെ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറയും. അപ്പം എന്റെ കാര്യം ഇപ്പൊ പുള്ളി ഇപ്പോഴും ആശ്രയിക്കുന്ന, ഇപ്പൊ പുള്ളി പറയുന്നത് എന്നാന്ന് വെച്ചാ, എനിക്ക് മുന്നേ കുറച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു. ഏതാ? സംസാരത്തിന് കുറച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു. ഞാന് ഫറവോനെ ഇസ്രയേലെ വിട്ടയക്കുക എന്ന് പറയാനുള്ള ഒരു കൺട്രോൾ ഉള്ളപ്പം തന്നെ ഞാനൊരു ഫെയിലിയർ ആയിപ്പോയി. ഇപ്പൊ ഞാൻ പോയി, പുള്ളി പറയുന്നത് എന്താ പറയാ, എനിക്ക് വിക്കുണ്ട്, ഞാൻ പോയിട്ട് ഫറവോൻ എന്ന് പറയുന്നത് ഒരു ലെവലിലായിരിക്കും ഞാൻ പോയി പറയുന്നത്. എനിക്ക് നാവിന് കൺട്രോൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇപ്പൊ എന്റെ നാവിന് കൺട്രോൾ ഇല്ല. എന്റെ സംസാരം ഞാൻ പിടിച്ചെടുത്ത് നിക്കത്തില്ല. എനിക്ക് വാഗ്ജാലതയില്ല. 40 വർഷമായിട്ട് മിസ്രൈമിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതെല്ലാം ഞാൻ മറന്നുപോയി. എനിക്കൊന്നും അറിയത്തില്ല. അവിടെ 12-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുക, വായിച്ചേ. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. മക്കളെ, കൺട്രോള് പോയ വായയുടെ കൂടെ ദൈവം വരും. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാക്ക് കൺട്രോളിലായിരിക്കണം. വാഗ്ജാലത, കൺട്രോൾ, പോയിന്റ്, പ്രസംഗിച്ച കറക്റ്റ് പോയിന്റ് വരണം. ചിലപ്പോ നിനക്ക് പോയിന്റ് കിട്ടിയില്ലെന്നിരിക്കും,
ചിലപ്പോ നിനക്ക് അടുത്തത് എന്താ പറയണ്ടേന്ന് അറിയത്തില്ലെന്ന് തോന്നും. ആ സമയത്ത് ഓർത്തോണം, ദൈവം നിന്റെ നാവിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. ദൈവം നിന്റെ നാവിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. ദൈവം പറയാ, മക്കളെ നീ വിക്കനാണെന്ന് നീ ചിന്തിക്കുക, ഇപ്പൊ ഞാൻ വരാൻ കൂടെ. നിനക്കിപ്പൊ തോന്നിയില്ല, നിനക്ക് കഴിവില്ലാന്ന് തോന്നിയില്ലേ, ഇപ്പോഴാണ് നിന്റെ ബലഹീനതയിലാണ് എന്റെ ബലം പൂർണ്ണമായി വരുന്നത്. നീ എപ്പോ ഒരു കാര്യത്തിൽ എന്നെ കൊണ്ട് അപ്പ ഇത് സാധിക്കത്തില്ല എന്ന് നീ പറയുന്നോ, അവിടെ എന്റെ ബലം നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി വരും. നീ എപ്പോ പറയുന്നോ അപ്പ എന്നെ കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നോ, അപ്പ എന്റെ ബലം നിന്നിൽ കൂടെ ആ ശുശ്രൂഷ നിവർത്തിക്കും. നിനക്കെപ്പോ അപ്പ എനിക്ക് ഈ ചെങ്കടൽ കടക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു, അപ്പം എന്റെ ബലം നിന്റെ ജീവനിൽ, നിന്റെ ബലഹീനതയിൽ പൂർണ്ണമായി വരും. എന്റെ കൃപ നിനക്ക് മതി മോശെ, എന്റെ കൃപ നിനക്ക് മതി പൗലൂസേ. സ്വന്തം ചങ്കെ കൈവച്ച് പറ, അപ്പന്റെ കൃപ എനിക്ക് മതി. നമുക്ക് ബലഹീനമാണെന്ന് തോന്നുന്നിടത്ത് അപ്പന്റെ കൃപ ഉദിച്ചു വരും. അപ്പം പറയാ മോശയോട്, മക്കളെ നിന്റെ നാവിന്റെ കൂടെ ഞാൻ വരും, എന്റെ നാവ് വരും. ദൈവത്തിന്റെ നാവ് 40 വർഷം കഴിഞ്ഞപ്പോൾ ആ 40 വയസ്സിൽ പഠിത്തമുള്ള, വാഗ്ജാലതയുള്ള, കഴിവുള്ള മോശയുടെ കൂടെ ദൈവത്തിന്റെ നാക്കിന് വരാൻ സാധിച്ചില്ല. എന്നാൽ 80 വയസ്സിൽ ഞാൻ വിക്കനായി പോയി, സംസാരിക്കാൻ ശേഷിയില്ല, എനിക്ക് വാഗ്ജാലതയില്ല, എനിക്ക് ബലഹീനതയുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന മോശയുടെ നാവിന്റെ കൂടെ അപ്പം പറഞ്ഞു, എന്റെ നാവ് നിന്റെ കൂടെ വരും, ഞാൻ സംസാരിക്കും. മാത്രല്ല അവിടെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം, ഈ പുള്ളി വർത്താനം പറഞ്ഞ് എന്നേലും ചെയ്യാനായിട്ടാണ് നോക്കി. അപ്പം അപ്പൻ ചെയ്ത ഒരു കാര്യം, നിന്റെ കയ്യിൽ എന്നായിരിക്കുന്ന വടി, ആ വടിയിട്ട് അതിനെ പാമ്പാക്കിച്ചു. അങ്ങനെ തന്റെ കയ്യിൽ നിന്ന് തന്നെ ചില അത്ഭുതങ്ങൾ ദൈവം തന്റെ മുന്നിൽ പ്രവർത്തിച്ചു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ, നീ ശക്തി കേന്ദ്രമാണെന്ന് ചിന്തിക്കുന്ന നിന്റെ ചില കഴിവുകൾ ഇല്ലാതെ തന്നെ ദൈവത്തിന് നിന്റെ കയ്യിലുള്ള ഒരു വടി ഉപയോഗിച്ച് ദൈവപ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വർക്കാകാതെ വരുമ്പോൾ, ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് അടുത്തത് എന്നാണെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരുമ്പോൾ, അയ്യോ അടുത്തത് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ വരുമ്പോൾ സന്തോഷിക്കുക, അപ്പൻ ഫുൾ കൺട്രോളിലാണ്. അപ്പൻ ഫുൾ കൺട്രോളിലാണെന്ന് മാത്രമല്ല, ബെസ്റ്റ് ആയിട്ട് നിന്നെ അതിൽ കൂടെ വഴി നടത്തുക തന്നെ ചെയ്യും. അതാണ് പൗലൂസിനോട് യേശു പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിന്റെ ബലഹീനതയിൽ എന്റെ കൃപ പരിപൂർണമായി വരും. സോ എവിടെയെല്ലാം നമുക്കൊരു നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കില്ല, നമ്മുടെ ഒരു കൺട്രോളിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, ഞാൻ വിശ്വാസം ഉപയോഗിച്ചിട്ട് കാര്യം നടത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ല, ഡോണ്ട് വറി, ഡോണ്ട് പാനിക്. അവിടെയെല്ലാം അപ്പൻ എന്തോ ഒരു പദ്ധതിയുണ്ട്. ചിലത് നമ്മുടെ കൺട്രോൾ മിസ്സാകുന്നു എന്ന് തോന്നുമ്പോൾ ഓർത്തോണം, അവന്റെ കൺട്രോൾ കൂടി വരിക, അവന്റെ പ്രവർത്തനം അതിൽ കൂടി വരിക. ബിക്കോസ് എന്നിൽ കൂടെ എപ്പോഴാ ദൈവം കൂടുതൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്റെ ബലഹീനതയില്ല, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്നിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഞാൻ ആ ഒരു വാക്യം കൂടെ, അതേ 2 കൊരിന്ത്യർ 12-10 വാക്യം, പൗലുസ്ലിയക്ക് ഈ മർമ്മം മനസ്സിലായപ്പോ പൗലുസ്ലിയ പറയാ, 2 കൊരിന്ത്യർ 12 അതിന്റെ 10 വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടും. ബലഹീന ആർക്ക് വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യം നിമിത്തം. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ചിലതിനകത്ത് എനിക്കൊരു ബ്രേക്ക് ത്രൂ കാണാൻ പറ്റുന്നില്ല, ചിലത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, ചിലത് ഞാൻ എന്നാ പറയുന്ന വിശ്വാസം പറഞ്ഞിട്ടും അത് മൂവ് ആകുന്നില്ല. കുഴപ്പമില്ലെന്നേ, അവിടെ എല്ലാം അപ്പന്റെ കൺട്രോൾ പൂർണ്ണമായി വരിക. നിന്റെ നാവിന്റെ കൂടെ അപ്പൻ പ്രവർത്തിക്കും. ദൈവശക്തി നിന്നിൽ
പൂർണ്ണമായി പ്രവർത്തിക്കും. നീ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടും. മോശ 4 പേരുടെ അടുക്കൽ ഇടപെട്ടപ്പോഴത്തേക്കിന് തന്റെ ആപ്പീസ് പൂട്ടിയതാണ്. പക്ഷെ എപ്പോൾ ദൈവം തന്റെ നാവിന്റെ കൂടെ വന്നു, എപ്പോൾ ദൈവം തന്നെ അയച്ചോ, 25-30 ലക്ഷം പേരെ നടത്താനുള്ള ആ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവ് മോശയെ നിറച്ചു. ഇന്ന് രാത്രി എന്തിനെങ്കിലും ചൊല്ലി ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ, എന്തിനെങ്കിലും ചൊല്ലി വിചാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ, cheer up. യേശുവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്? യേശുവാണോ നിങ്ങളുടെ അഭയം? യേശുവാണോ നിങ്ങളുടെ അപ്പൻ? യേശുവാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ നങ്കൂരം യേശുവാണോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പതറണ്ട. ഒരു കൺട്രോൾ ഇല്ലാതെ തോന്നുന്നിടത്ത് അവന്റെ കൺട്രോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്കായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില ചിന്തിച്ചു നോക്കാൻ സാധിക്കാത്ത ചില ട്വിസ്റ്റുകൾ നടക്കും. ചിന്തിച്ചു നോക്കാൻ സാധിക്കാത്ത ചില പുതിയ വാതിലുകൾ അവൻ തുറക്കും. നിങ്ങൾ കൈവിട്ടു ഇനി നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നടത്തിക്കുവാനായിട്ട് തുടങ്ങും. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും cheer up and be happy. Don't get depressed. Because യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന്റെ ജീവിതം ഔട്ട് ഓഫ് കൺട്രോൾ ആകത്തില്ല. നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയതുപോലെ തോന്നും, അവന്റെ കൺട്രോളിൽ നിന്ന് പോകത്തില്ല എന്ന് ദൈവം അയച്ച അഭിഷക്തനായി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക.